ഈ ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് വി തിങ്ക് ഓഫ് ഫിഷൻ ഓഫ് അയൺ 2656 nucleus into two equal fragments, aluminum 1328. Is the fission energetically possible? Argue by working out the Q of the process. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയാണ് ഉദ്ദേശിച്ചത്. ന്യൂക്ലിയർ ഫിഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കതൊന്ന് ചെക്ക് ചെയ്തേക്കാം അല്ലേ. സോ ഇവിടെ ന്യൂട്രോൺ, ഇറ്റ് ഈസ് ബോംബാർഡഡ് വിത്ത് ന്യൂട്രോൺ അല്ലേ, ശരിയല്ലേ. ന്യൂട്രോണിൻ്റെ അറിയാമല്ലോ N01, ശരിയല്ലേ. N01 ആണ്. നമ്മൾ ബൈ ഹാർട്ടാക്കാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ന്യൂട്രോൺ N01 ആണ്, ബൈ ഹാർട്ടാക്കുക. പ്ലസ് ബോംബാർഡഡ് വിത്ത് അയൺ Fe2656. നമുക്ക് രണ്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കിട്ടണം അല്ലേ. അലൂമിനിയം 1328, ഇതേപോലത്തെ രണ്ടെണ്ണം വേണം. 2 equal fragments, അലൂമിനിയം 1328. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ബാലൻസ് ആവണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 57 ആണ് അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 57 ആണ്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 56 ആയിട്ടുണ്ട്. അപ്പോൾ മുകളിലൊരു 1 വരണം. ഇവിടെ 26 ആണ് ആഡ് ചെയ്യുമ്പോൾ, ഇവിടെ 26 ആണ്. താഴെ 0 വരണം. അപ്പോൾ N ആണ് ഇവിടെ വരേണ്ടത്. ഇങ്ങനൊരു ഇക്വേഷൻ പോസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈസ് ദ ന്യൂക്ലിയർ ഫിഷൻ പോസിബിൾ? Fe2656ന് ഇതേപോലെ രണ്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ബോംബാർഡഡ് വിത്ത് ന്യൂട്രോൺ. നമുക്കതിന് വേണ്ടി എനർജി റിലീസ് ആവുന്ന എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോസസ്സിൽ എനർജി റിലീസ് ആവുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് പോസിബിൾ. ന്യൂക്ലിയർ ഫിഷനിൽ എനർജി റിലീസ് ആവുകയാണ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾ സ്റ്റേബിൾ ആയിട്ടുള്ള സ്മോളർ ന്യൂക്ലിയസ് ആയി മാറുമ്പോൾ എനർജി റിലീസ് ആവണം. ഇൻ എവറി ന്യൂക്ലിയർ ഫിഷൻ ദ എനർജി വിൽ ബി റിലീസ്ഡ്. അപ്പോൾ എനർജി റിലീസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, അതർവൈസ് നോട്ട് പോസിബിൾ. സോ നമുക്ക് നോക്കാം ഇത്. സോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എനർജി റിലീസ് ആവാനുള്ളത് നമുക്ക് എന്താണ് മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാം അല്ലേ, ശരിയല്ലേ. മാസ് ഡിഫക്റ്റ് ഓർമ്മയുണ്ടല്ലോ. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള മാസ് മൈനസ് റൈറ്റ് സൈഡിലുള്ള മാസ്. ലെഫ്റ്റ് സൈഡിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് N01 പ്ലസ് മാസ് ഓഫ് Fe2656. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള മാസ് മൈനസ് റൈറ്റ് സൈഡിലുള്ള മാസ് ഓഫ് ദ അലൂമിനിയം ന്യൂക്ലിയസ്. പിന്നെ വേറൊരു അലൂമിനിയം കൂടി ഉണ്ടല്ലേ, മാസ് ഓഫ് അലൂമിനിയം ന്യൂക്ലിയസ് പ്ലസ് ഒരു ന്യൂട്രോൺ ഉണ്ട്, മാസ് ഓഫ് ന്യൂട്രോൺ അല്ലേ, അത് റൈറ്റ് സൈഡിലും വന്നിട്ടുണ്ടല്ലേ. ഇതാണ് എന്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് മാസ് ഡിഫക്റ്റ്. ലെഫ്റ്റ് സൈഡിലുള്ള മാസ് മൈനസ് റൈറ്റ് സൈഡിലുള്ള മാസ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതും ക്യാൻസലായി പോവും. ആ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ആറ്റോമിക് മാസ് യൂണിറ്റിലാണ് ഡെൽറ്റയും കാണുന്നത്. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മാസ് മൈനസ് റൈറ്റ് സൈഡ് മാസ്. ശ്രദ്ധിക്കണം, ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ മാസ് ഓഫ് അയൺ 2656 ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 55.93494 അല്ലേ. ഇതെത്രയാണ്? 55.93494 ആറ്റോമിക് മാസ് യൂണിറ്റ് മൈനസ് ദിസ് നമ്പർ പ്ലസ് ദ സെയിം നമ്പർ വിൽ ബി 2 ടൈംസ് ആവും അല്ലേ. 2 ടൈംസ് മാസ് ഓഫ് അലൂമിനിയം ന്യൂക്ലിയസ് 27.98191 U 28.98191 വരും. ഇത് ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. ഇതാണ് മാസ് ഡിഫക്റ്റ് അല്ലേ, ശരിയല്ലേ. ഇത് ചെയ്തു വരുമ്പോൾ ഒരു ആൻസർ കിട്ടും, ശരിയല്ലേ. ഞാൻ കാൽക്കുലേഷൻ കാണിക്കണ്ടല്ലോ. ദ എനർജി റിലീസ്ഡ്, അതായത് ക്യൂ വാല്യൂ എന്ന് പറയും. എനർജി റിലീസ്ഡ് ഇത് ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ് കേട്ടോ. ദിസ് മച്ച് ആറ്റോമിക് മാസ് യൂണിറ്റ്.
നമുക്കറിയാം ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് ഇക്വാലൻ ടു ദ എനർജി 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. 1 ആറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് ഇക്വാലൻ്റ് എനർജി 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എം കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ വാല്യൂ ഞാനിവിടെ കാണിക്കണമൊന്നുമില്ല. ഡെൽറ്റ എം കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും എനർജി റിലീസാവും. ആ ഡെൽറ്റ എം ചെയ്ത് വരുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. ഞാനത് കാൽക്കുലേഷൻ കാണിക്കണില്ല. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന വാല്യൂ എഴുതാം. -26.902 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. നെഗറ്റീവ് എനർജി മീൻസ് എനർജി റിലീസ് അല്ല, എനർജി നമ്മൾ കൊടുക്കണം. ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ 26.902 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് എനർജറ്റിക്കലി പോസിബിൾ അല്ല. നമ്മൾ ന്യൂക്ലിയർ ഫിഷനിൽ എങ്ങനെയാണ് ഫ്രാഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനർജിയും കൂടി റിലീസ് ആവണമല്ലോ, വേണ്ടേ? ഇവിടെ എനർജി റിലീസ് ആവണില്ല. ക്യൂ ഈസ് നെഗറ്റീവ്. ക്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എനർജി റിലീസ് ആവുള്ളൂ. ഇവിടെ ക്യൂ നെഗറ്റീവാണ്. എനർജി ഈസ് നോട്ട് റിലീസ്ഡ്. എനർജി ഈസ് നോട്ട് റിലീസ്ഡ്. എനർജി ടു ബി ആഡഡ്. എനർജി ഈസ് നോട്ട് റിലീസ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഇത്രയും എനർജി കൊടുത്താൽ ഈ പ്രോസസ്സ് നടക്കും. പോസിറ്റീവ് തന്നെ കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? നോട്ട് പോസിബിൾ. ക്ലിയർ? സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നോട്ട് എനർജറ്റിക്കലി പോസിബിൾ. ക്ലിയർ ആയല്ലോ?